ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിംപ്ലി വെൽനെസ്. ഞാനിന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയായിരുന്നു എൻ്റെ ബാക്ക് പെയിൻ സിംറ്റംസ് എന്നുള്ളത്. അതായത് ഫസ്റ്റ് എനിക്കുണ്ടായ എന്ത് സിംറ്റമാണ്, പിന്നെ അത് ഡെവലപ്പായത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് യങ്സ്റ്റേഴ്സിലുള്ള ബാക്ക് പെയിൻ ഇഷ്യൂസാണ്. കാരണം ലേറ്റർ ഓൺ ഏജ് കൂടുമ്പോഴുള്ള ബാക്ക് പെയിൻ ഇഷ്യൂ വേറെതാണ്. ഇത് യങ്സ്റ്റേഴ്സിൽ കാണുന്ന ഇഷ്യൂസ് മോസ്റ്റ് ഓഫ് ദം നമ്മൾ ഒരു ട്രോമയിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് എടുക്കുന്നതിലൂടെയോ ഉണ്ടാകുന്നതാണ്. അപ്പം എന്തൊക്കെയാണ് സിംറ്റംസ് എനിക്കുണ്ടായതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് എനിക്കുണ്ടായ സിംറ്റമാണ് ഭയങ്കരമായ മസിൽ സ്റ്റിഫ്നെസ്. മസിൽ പെയിൻ. അതായത് എനിക്ക് മെയിനായിട്ടുണ്ടായത് എൻ്റെ ലോവർ ബാക്ക്, അതായത് ലെഫ്റ്റിലെ ബാക്ക് സൈഡായിട്ടാണ് എനിക്ക് പെയിൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരു ഡൾ ഏക്കായിട്ടാണ് സ്റ്റാർട്ടിങ്. പിന്നെ എനിക്കത് മൂവ്മെൻറ്റ് തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് എനിക്ക് കുറച്ച് നടക്കുമ്പോഴൊക്കെ വേദന വരാൻ തുടങ്ങി. കുറച്ചധികം നടക്കുമ്പോൾ, കുറച്ച് അധികം ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ പെയിൻ വരാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കുമ്പം അത് മാറുകയും ചെയ്യും. അപ്പോൾ ഞാനത് വലുതായിട്ട് ഇതിന് കൊടുത്തില്ല. അപ്പോൾ എന്തെങ്കിലും പെയിൻ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു പെയിൻ കില്ലർ എന്തെങ്കിലും പെനഡോളോ പാരസെറ്റമോളോ എടുത്ത് കഴിക്കും. അപ്പോൾ അത് പോവും. അപ്പോൾ എൻ്റെ മെയിൻ ഫസ്റ്റത്തെ സിംറ്റം എന്ന് പറയുന്നത് എനിക്ക് മസിൽ പെയിൻ അതാണ് ഉണ്ടായത്. മസിൽ പെയിൻ എന്ന് പറഞ്ഞാൽ മസിൽ സ്റ്റിഫ്നെസ്സൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് ഉണ്ടായതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ്, ഞാൻ അന്നേരം പഠിക്കുകയായിരുന്നു, MBAക്ക് സെക്കൻഡ് ഇയർ പഠിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ക്ലാസ്സിലധികം നേരം ഇരിക്കാൻ പറ്റുന്നില്ല. വേദന, ഇരുന്നാൽ എണീക്കാൻ പറ്റാൻ കഴിയാത്തൊരവസ്ഥ. അങ്ങനെ പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കിടക്കണം എന്നുള്ളൊരു തോന്നൽ വരും. എന്നാലേ എനിക്ക് തിരിച്ച് ക്ലാസ്സിലിരിക്കാൻ പറ്റും എന്നുള്ളൊരവസ്ഥ. ഞാനന്ന് ആ സമയത്ത് ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചവരെയുള്ള ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ഭയങ്കര സ്റ്റിഫ് വേദന ഇതൊക്കെ വന്ന് ഞാൻ എന്ത് ചെയ്യും, ലഞ്ച് ബ്രേക്കിന് പോയിട്ട് അവിടെ കുറച്ച് സമയം കിടക്കും. അപ്പോൾ ഒരാശ്വാസമൊക്കെ തോന്നും. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ട് സ്റ്റാർട്ടായി എന്നുള്ളത്. പിന്നെ ഈ അധിക നേരം ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ ബട്ടക്സ് റീജിയന് നമ്പ് ആവാൻ ഫീലായി. അതായത് എനിക്ക് തൊട്ടാൽ അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്ന്. അപ്പോൾ എനിക്കത് ശരിക്കും നമുക്ക് പേടിയാവില്ല, എന്താണ് നമുക്ക് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളൊരു പേടിയിലേക്ക് വന്ന് നമ്പായി. ഞാനത് കുറച്ച് നടന്ന് ഇതാക്കി കഴിഞ്ഞാൽ അത് വീണ്ടും ഓക്കെ ആയി. പിന്നെ എനിക്ക് നമുക്ക് എന്തെങ്കിലും പെയിനോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഉറങ്ങിയാൽ നമുക്ക് പെയിൻ പോവുമല്ലോ. പയ്യെ എനിക്ക് എൻ്റെ ഉറക്കത്തിനെ അത് ബാധിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് നേരെ കിടക്കാൻ പറ്റുന്നില്ല, ചെരിഞ്ഞ് കിടക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരാൻ തുടങ്ങി. കാരണം നേരെ കിടന്നു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഭയങ്കര പെയിനായിരുന്നു. കാരണം ഇതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ ചെരിഞ്ഞ് കിടക്കാൻ തുടങ്ങി. ചെരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മറ്റേ ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അത്രക്കും എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസിനൊക്കെ എൻ്റെ ബാക്ക് പെയിൻ എന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയ പോലെ എനിക്ക് തോന്നുന്നു. അപ്പം പയ്യെ എനിക്ക് നടക്കാൻ ഒരുപാട് നേരം തീരെ നടക്കാൻ പറ്റുന്നില്ല, തീരെ നിൽക്കാൻ പറ്റുന്നില്ല, നടക്കാനും നിൽക്കാനും പറ്റാത്തൊരവസ്ഥ. അപ്പം എൻ്റെ നടത്തത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ മീൻസ് നമുക്ക് പെയിൻ വരുമ്പോൾ നമ്മൾ പെയിനൊന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു നടത്തമുണ്ട്. നടുവേനുള്ളവർക്ക് മനസ്സിലാവും. നമ്മുടെ നടത്തത്തിൻ്റെ ശൈലി മാറ്റിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയായിരുന്നു ഞാൻ എൻ്റെ നടത്തത്തിൽ മാറ്റം കാണുന്നുണ്ടെന്ന്. ബിക്കോസ് എനിക്ക് പെയിൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ നടക്കുന്നത്. അപ്പം അതൊക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംതിങ് ഈസ് ഹാപ്പനിങ് എൻ്റെ ഇത്. അപ്പം ഞാൻ ഹോസ്റ്റലിലാണ്, ക്ലാസ് എടുക്കണം, അതുകൊണ്ടെന്നുള്ളതുകൊണ്ട് ഞാനത് മൈൻഡാക്കാതെ കുറേ കാലം വിട്ടു. പിന്നെ എനിക്ക് നെക്സ്റ്റ് സിംറ്റം എനിക്കുണ്ടായതെന്ന് വെച്ചാൽ എൻ്റെ കാലിലോട്ട് പതിയെ വേദന ഇറങ്ങാൻ തുടങ്ങി. ആദ്യം മുട്ടിലോട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായത്. മുട്ടിലോട്ട് ഒരു ഷോക്ക് അടിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ്, നമുക്കൊരു ഇറിറ്റേറ്റിംഗ് ഫീലിംഗ്. അത് പെയിനായിട്ടല്ല, ഒരു ഇറിറ്റേറ്റിംഗ് ഫീല് ആണ് എനിക്ക് തോന്നാറ്. ആദ്യം ഒരു ഇറിറ്റേറ്റിംഗ് പെയിനായിട്ട് തോന്നി. പിന്നെ നമുക്കൊരു ഷോക്ക് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പൾസ് പോകുന്ന പോലത്തെ ഒരു
മൂമെൻറ്റ് നമ്മുടെ മുട്ടിലേക്കാണ് എനിക്ക് ആദ്യം ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ പെട്ടെന്ന്. ആദ്യം എനിക്ക് മനസ്സിലായില്ല ഇതെൻ്റെ നടുവേദന കാരണം വന്നതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം നമുക്കിതൊന്നും അറിയില്ലല്ലോ, ലൈക്ക് ഇങ്ങനെ ഇത് അപ്പം മനസ്സിലായി. പിന്നെ ഞാൻ ഈ ബാക്ക് പെയിൻ ഇഷ്യൂസ് വന്നപ്പോൾ ഞാൻ ഒരുപാട് ബുക്സ് വായിക്കാൻ തുടങ്ങി, നെറ്റ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിലാണ് എനിക്ക് മനസ്സിലായത് അന്ന് എനിക്കുണ്ടായ ഷോക്ക് അടിക്കുന്ന പെയിന് കാരണം എൻ്റെ നെർവ് കംപ്രഷനാണ്. അപ്പോൾ ഞാൻ റൈറ്റ് ടൈമിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തതിൻ്റെ കാരണമാണ് ഞാൻ ഇത്രയും ഡെവലപ്ഡ്, അതായത് എൻ്റെ പെയിൻ ഇത്രയും ഡെവലപ്പ് ആകാൻ കാരണം ഞാൻ റൈറ്റ് ടൈമിൽ പോവാത്തതാണ് ട്രീറ്റ്മെൻറ്റിന്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നു ബാക്ക് പെയിൻ എത്ര ചെറിയ ഇഷ്യൂ ആണെങ്കിലും ഡോക്ടറെ പോയി കാണിക്കുക, നല്ല ഡോക്ടറെ പോയി കാണിക്കുക. പിന്നെ നിങ്ങൾ അതിൻ്റേതായ ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു പരിധി വരെ നമുക്കത് അവിടെ പിടിച്ച് നിർത്താൻ പറ്റും. അപ്പം എനിക്ക് ഇത് ബട്ടക്സ് എന്ന് പിന്നെ മുട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്നെക്കൊണ്ടും പറ്റൂല, ഐ നീഡ് മെഡിക്കൽ എമർജൻസിയാണ് ഇത്, അപ്പം ഐ നീഡ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മുട്ടിലോട്ട് വേദന വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫാദറാണെങ്കിൽ എന്ത് ചെറിയ ഇഷ്യൂ ആണെങ്കിലും പെട്ടെന്ന് ആൾ ഡോക്ടറെ കാണിക്കും എന്നെ. അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു നീ അന്നേരം എനിക്ക് തോന്നുന്നു ഞാൻ എക്സാമിൻ്റെ ലാസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ട് നമുക്ക് ഡോക്ടറെ കാണിക്കാം, ഞാനന്ന് ഹോസ്റ്റലിലേക്ക് പോവുകയാണ് രാവിലെ. അപ്പോഴാണ് ഞാൻ എൻ്റെ ഫാദറിനോട് പറയുന്നത് ഇത്. അപ്പം മുട്ടിലോട്ട് ഇറങ്ങി പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എനിക്ക് പെയിൻ കില്ലറാണ് തന്നിട്ടുണ്ടായത്. പക്ഷെ ആ മുട്ടെന്നുള്ള വേദന പിന്നെ എൻ്റെ കാലിൻ്റെ അടിയിലോട്ടേക്ക് വന്നു. പിന്നെ എനിക്ക് വന്നത് എൻ്റെ കാലിൻ്റെ അടിയിലുള്ള പെയിനാണ്. അതാണ് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത പെയിൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ കാല് തീയിലിട്ടാൽ എന്താണ് അവസ്ഥ അതുപോലെയായിരുന്നു എനിക്ക് പെയിൻ ഉണ്ടായത്. ബേണിങ് സെൻസേഷൻ. അതാണ് നമ്മുടെ ബോഡി കാണിച്ചു തരുന്നത് യെസ് യു ഹാവ് നെർവ് കംപ്രഷൻ, നിങ്ങൾക്ക് മെഡിസിൻ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് എക്സസൈസ് ആവശ്യമുണ്ടെന്ന് നമ്മുടെ ബോഡി കാണിച്ചു തരുന്ന ഏറ്റവും ലാസ്റ്റ് സിമ്പിളാണത്. കാലിൻ്റെ അടിയിൽ തീ ഇട്ട പോലുള്ള വേദന. അപ്പോൾ ഞാൻ ഒരുപാട് നേരം നടന്നു കഴിഞ്ഞാൽ എനിക്ക് കാലിൻ്റെ അടി സഹിക്കാൻ പറ്റാത്ത വേദനയാവും. അപ്പോൾ എനിക്കിത് ആദ്യം മനസ്സിലാവുന്നേ ഉണ്ടായിട്ടില്ല. ഞാനിപ്പം ചിന്തിക്കുമ്പോൾ ഹൗ ഡംബ് ഐ ആം. ഞാൻ അന്നേരം ഐസിട്ട വെള്ളത്തിൽ കാല് താഴ്ത്തി വെക്കും. ബിക്കോസ് ഞാൻ വിചാരിക്കുന്നത് കാലിൻ്റെ അടിയിൽ പെയിനാണെന്നാണ്. പക്ഷെ കാലിൻ്റെ അടിയിൽ പെയിൻ അല്ല ഇതൊരിക്കലും. നമ്മുടെ അതായത് നമ്മുടെ വെർട്ടിബ്രെയിനിൽ വരുന്ന ഒരു നെർവ് ഉണ്ട് കാലിലോട്ടേക്ക് വരുന്ന ആ നെർവിനുണ്ടാവുന്ന കംപ്രഷൻ കാരണമാണ് നമുക്ക് ഈ പെയിൻ വരുന്നത് എന്നുള്ളത് ഞാൻ ഒരുപാട് വൈകിയാണ് മനസ്സിലാക്കിയത്. ബിക്കോസ് നമ്മളിപ്പം ഒരു ഡോക്ടറെ അടുത്ത് പോയാലും ഈ ഡോക്ടർ നമുക്കിതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല. കാരണം നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്താൽ മനസ്സിലാവും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം നമുക്ക് ബേസിക് അല്ലെങ്കിൽ നോളജ് ഉണ്ടെങ്കിൽ തന്നെ, അതായത് ബാക്ക് പെയിനെ കുറിച്ചൊരു നോളജ് ഉണ്ടെങ്കിൽ തന്നെ ഇതൊരുപാട് നമുക്ക് മാറ്റാൻ പറ്റും. കാരണം എങ്ങനെ ഇരിക്കണം, എങ്ങനെ ഒരു സാധനം എടുക്കണം, നിലത്തുനിന്ന് എടുക്കണം, ഇങ്ങനെ ഒരു നടുവേദന ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്താൽ നടുവേദന ഒന്ന് കുറയാം എന്നുള്ളത് നമുക്ക് ബേസിക് നോളജ് ഇല്ല പല ആൾക്കും. അപ്പോൾ ഞാൻ അതായത് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറയാൻ പോകുന്നത് എത്ര ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ നീഡ് ടു ഹെൽപ്പ് അതർ പീപ്പിൾ ഓൾസോ. സോ ഇനിയും ഒരു നല്ല വീഡിയോസായിട്ട് ഞാൻ വരും. എൻ്റെ ബാക്ക് പെയിൻ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്തു എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. സ്റ്റിൽ ദെൻ stay tuned, subscribe, like and share. Thank you.